മലർവാടി ലിറ്റിൽ സ്കോളർ കോൺടെസ്റ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെയും വിദേശത്തെയും അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ വിജ്ഞാന മത്സരം മലർവാടി വിജ്ഞാനോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് മലർവാടി ലിറ്റിൽ സ്കോളർ. മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ലിറ്റിൽ സ്കോളർ കോൺടെസ്റ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും ഏറെ ആവേശത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മുല്ലപ്പെരിയാർ ടീമിനെ പരിചയപ്പെടാം. ഹലോ, ഞാൻ ആമിന ഷിരീൻ. വണ്ണപ്പുറം ഹിറ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ബാദുഷാ എം റസാഖ്. വണ്ണപ്പുറം ഹിറ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗുഡ്. അടുത്തത് കാസർഗോഡിൽ നിന്നും എത്തിയിട്ടുള്ള ചന്ദ്രഗിരി. ചന്ദ്രഗിരിയിലെ ടീം ദാ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഹരിനാരായണൻ. പരവനടുക്കത്തെ ആലിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഓക്കേ. ഞാൻ ശരത് കൃഷ്ണൻ. ഞാൻ AUPS ഉദനൂർ സെന്ററിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗുഡ്. അടുത്തത് അഷ്ടമുടി. എൻ്റെ പേര് എബി ഷാജി എബ്രഹാം. ഞാൻ KPMHSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയാണ്. ഞാൻ പ്രവീൺ പി. ഞാൻ പത്തനാപുരത്തെ സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയാണ്. ഓക്കേ. ദാ വരുന്നു ഒടുവിൽ നെയ്യാർ. ഹായ്, ഞാൻ ശ്രേയ. തിരുവനന്തപുരം ജില്ലയിലെ നേമം സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ പേര് അനന്തപത്മനാഭൻ PJ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ SBUPS പുലിയൂർക്കോണ സ്കൂളിൽ പഠിക്കുന്നു. അനന്തപത്മനാഭ, ഇത്രയും സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലെ? മലർവാടി ലിറ്റിൽ സ്കോളറിലെ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. പടിവാതിൽ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളെ ഒന്ന് വളരെ ഈസി ആയിട്ട് ഒരു ഐസ് ബ്രേക്കർ എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, നിയമങ്ങൾ. പടിവാതിലിൽ 3 ചോദ്യങ്ങൾ വീതം ഓരോ ടീമിനും ലഭിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ശരി ഉത്തരമാണെങ്കിൽ 10 മാർക്ക് വീതം ലഭിക്കും. ആദ്യത്തെ ചോദ്യം: ഒരു ജീവജാലത്തിന്റെ തനി പകർപ്പിനെ സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ വിദ്യയാണ് ക്ലോണിംഗ്. ഉദാഹരണം ഡോളി എന്ന ആട്ടിൻകുട്ടി. ഇതുപോലെ സസ്യത്തിന്റെ കോശം അനുകൂല മാധ്യമത്തിൽ വളർത്തിയെടുത്ത് മാതൃസസ്യത്തിന്റെ തനിപ്പകർപ്പിനെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്ത്? നിങ്ങളുടെ ഓപ്ഷൻസ്: സെറി കൾച്ചർ, ഹോർട്ടി കൾച്ചർ, ടിഷ്യൂ കൾച്ചർ ആൻഡ് വേർമി കൾച്ചർ. ഓപ്ഷൻസ് ആലോചിച്ചോളൂ. സെറി കൾച്ചർ, ഹോർട്ടി കൾച്ചർ, ടിഷ്യൂ കൾച്ചർ ആൻഡ് വേർമി കൾച്ചർ. അഷ്ടമുടിയും ചന്ദ്രഗിരിയൊക്കെ ഓൾറെഡി എഴുതി താഴെ വെച്ച് കഴിഞ്ഞു. നെയ്യാറും എഴുതി കഴിഞ്ഞു. മുല്ലപ്പെരിയാർ ദാഠും എഴുതി തീർത്തു കഴിഞ്ഞു. നോക്കാം എന്താണ് മുല്ലപ്പെരിയാർ എഴുതിയ ഉത്തരം. ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ. ആണോ? ടിഷ്യൂ കൾച്ചർ അല്ലേ? ഓക്കെ. എന്താണ് ചന്ദ്രഗിരി? ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ തന്നെയാണ്. അഷ്ടമുടി? ടിഷ്യൂ കൾച്ചർ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആണോ? ഉറപ്പാണ്. നെയ്യാറിന് ഉറപ്പാണോ? എങ്കിൽ പിന്നെ സംശയം വേണ്ട. ശരി ഉത്തരം ടിഷ്യൂ കൾച്ചർ അല്ലേ? ടിഷ്യൂ കൾച്ചർ. അതെ, ഈ കൾച്ചർ എന്നുള്ള വാക്കിന്റെ മലയാള അർത്ഥം എന്താ? സത്യത്തിൽ ഏത് കൾച്ചറും വരുന്നത്, ലോകത്ത് കൾച്ചർ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? അഗ്രി കൾച്ചറിൽ നിന്നാണ് അല്ലെ? അതിൽ നിന്നാണ് മനുഷ്യനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്വഭാവത്തെയും വ്യക്തിത്വത്തെയൊക്കെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. സംസ്കരണം എന്നാണ് പറയുന്നത്. സംസ്കരണം, നിരന്തരം സംസ്കരിക്കപ്പെടുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഗുഡ്. ആദ്യത്തെ ചോദ്യം എല്ലാ ടീമിനും എത്ര മാർക്ക് വെച്ച് കിട്ടിയിരിക്കുന്നു? 10 മാർക്ക് വരും. വെരി ഗുഡ് സ്റ്റാർട്ട്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുദ്ധം, കലാപം തുടങ്ങിയവ ഒരു പ്രദേശത്തെ ബാധിക്കുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങുന്നതിനും സംഘം ചേരുന്നതിനും സർക്കാർ ഏർപ്പെടുത്തുന്ന നിരോധനം അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. ഓപ്ഷൻസ്: ബന്ദ്, കർഫ്യൂ, ടാഡ ആൻഡ് പോട്ട. സർക്കാർ ഏർപ്പെടുത്തുന്ന നിയമം. അഷ്ടമുടി, ചന്ദ്രഗിരി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ആൻസേഴ്സ്. മുല്ലപ്പെരിയാർ എന്താണ്? കർഫ്യൂ. 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 സർക്കാർ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തുന്ന നിരോധനത്തിന്റെ പേര്. ശരി ഉത്തരവാണ് കർഫ്യൂ. വെരി ഗുഡ്. വെച്ചടി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Here goes the third and the last question in the first round. പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങളെ
വേർതിരിക്കുന്നു? പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങളെ വേർതിരിക്കുന്നു? ഓപ്ഷൻ: ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ശ്രീലങ്ക, പാകിസ്ഥാൻ ഒമാൻ, ഇന്ത്യ മാലി ദ്വീപ്. ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ശ്രീലങ്ക, പാകിസ്ഥാൻ ഒമാൻ, ഇന്ത്യ മാലി ദ്വീപ്. ഇതിലേതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം. ടീം മുല്ലപ്പെരിയാർ. ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക. ഓക്കെ, ചന്ദ്രഗിരി. ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക. എനിക്ക് ഉറപ്പാണ്. അഷ്ടമുടി. ഇന്ത്യ ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക. നെയ്യാർ. ഇന്ത്യ ശ്രീലങ്ക ശരി ഉത്തരമാണ്. എല്ലാ ടീമുകളും വീണ്ടും ഉയർന്നിരിക്കുന്നു. പടിവാതിൽ നിന്നുള്ള ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 4 ടീമുകളും എത്ര പോയിന്റുകൾ വീതം നേടി എന്നറിയുന്നതിന് മുമ്പ് മലർവാടി ലിറ്റിൽ സ്കോളറിൽ ഒരു ലിറ്റിൽ ബ്രേക്ക്. ദുരവസ്ഥ. ദുരവസ്ഥയിലേക്കുള്ള പോക്കാകുമോ? അഷ്ടമുടി. ദുരവസ്ഥ. ദുരവസ്ഥ. ചന്ദ്രഗിരി. ദുരവസ്ഥ. ദുരവസ്ഥ. എല്ലാവർക്കും എന്താ ദുരവസ്ഥയോട് ഇത്രയും വലിയ സ്നേഹം? എന്താണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? എനിക്ക് ഉറപ്പ്. വെൽക്കം ബാക്ക് ടു മലർവാടി ലിറ്റിൽ സ്കോളർ. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. അടുത്ത റൗണ്ട് മലയാണ്മ റൗണ്ടാണ്. നമുക്കറിയാം എന്താണ് മലയാണ്മ. എന്താണ് മലയാണ്മ? 2 വാക്കുകൾ. മലയാളത്തിന്റെ ഉണ്മ അല്ലെ? ഈ മത്സരത്തിൽ 4 ചോദ്യങ്ങൾ ആണ് ഉണ്ടായിരിക്കുക. ചോദ്യങ്ങൾ പൊതുവായിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആശയങ്ങൾക്ക് വിശദമായ അർത്ഥവും സംക്ഷിപ്തമായ വിവരണവും ചിത്രസഹിതം നൽകുന്ന പഠന ഗ്രന്ഥമാണ് നിഘണ്ടു, വിജ്ഞാനകോശം, തിസോറസ്, എതിർ നിഘണ്ടു. ചിത്രസഹിതം നൽകുന്ന പഠന ഗ്രന്ഥമാണ്. നോക്കാം എന്താണ് നമ്മളുടെ ഉത്തരം. ആദ്യം ടീം നെയ്യാർ. വിജ്ഞാനകോശം. ഓക്കെ, അഷ്ടമുടി. വിജ്ഞാനകോശം. വിജ്ഞാനകോശം. ചന്ദ്രഗിരി. തിസോറസ്. ഓക്കെ, മുല്ലപ്പെരിയാർ. വിജ്ഞാനകോശം. വിജ്ഞാനകോശം ശരി ഉത്തരം. വിജ്ഞാനകോശമാണ് തിസോറസ്. ഓക്കെ, അപ്പൊ 3 ടീമുകൾ 5 പോയിന്റുകൾ വീതം നേടിയിരിക്കുകയാണ്. ടീം ചന്ദ്രഗിരി കുറെ കൂടെ ശ്രദ്ധയോടുകൂടി വേണം ഇനിയുള്ള റൗണ്ടുകളിൽ മുന്നോട്ട് പോകാൻ. എന്തായാലും എല്ലാവരും നന്നായി കളിച്ചു. ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന വാക്കിന്റെ മലയാളം എന്ത്? ക്യാൻസർ. താഴെ പറയുന്ന വാക്കിന്റെ മലയാളം എന്ത്? ക്യാൻസർ എന്ന വാക്കിന്റെയാണ് മലയാള വാക്ക് ചോദിക്കുന്നത്. അർബുദം, അർശസ്, അജീർണം, അതിസാരം. അർബുദം, അർശസ്, അജീർണം, അതിസാരം. ഇതിലേത് വാക്കാണ് മലയാളത്തിൽ ക്യാൻസർ എന്ന വാക്കിന്റെ അർത്ഥമായി ഉപയോഗിക്കപ്പെടുന്നത്? ടീം നെയ്യാർ. അർബുദം. ഓക്കെ, അഷ്ടമുടി. അർബുദം. അർബുദം. ടീം ചന്ദ്രഗിരി. അർബുദം. അർബുദം. ടീം മുല്ലപ്പെരിയാർ. അർബുദം. 4 ടീമുകളും പറഞ്ഞ ഉത്തരം ശരിയാണ്. അർബുദം തന്നെയാണ്. 5 പോയിന്റുകൾ വീതം 4 ടീമുകൾ നേടിയിരിക്കുകയാണ്. നമുക്കറിയാം അർബുദം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? പുകവലിയാണ് അല്ലെ? പുകവലിയും മദ്യപാനവും. പ്രത്യേകിച്ചും പുകവലിയാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്കറിയാം, നമ്മളൊരാൾ നേരിട്ട് നമ്മൾ വലിക്കേണ്ട കാര്യമില്ല, വേറൊരാള് നിഷ്ക്രിയ പുകവലി. നിഷ്ക്രിയ പുകവലി എന്നൊക്കെയാണ് പറയാ. വെരി ഗുഡ്. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു പദ്യ ശകലമാണ്. ഇന്നലെ ചെയ്തോരബദ്ധം നാട്ടാർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. കുമാരനാശാന്റെ വരികളാണിത്. ഏത് കൃതിയിലെ വരികളാണ് ഇത്? ഇന്നലെ ചെയ്തോരബദ്ധം നാട്ടാർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ഓപ്ഷൻസ്: ദുരവസ്ഥ, ബാപ്പുജി, ഉമാകേരളം, ജാതിക്കുമ്മി. ഇതിൽ കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നുള്ള പദ്യശകലമാണ് ഇവിടെ ചൊല്ലിക്കേട്ടത്? ദുരവസ്ഥ, ബാപ്പുജി, ഉമാകേരളം, ജാതിക്കുമ്മി.
നോക്കാം എന്താണ് ഉത്തരങ്ങളെന്ന്. ടീം നെയ്യാർ. ദുരവസ്ഥ. ദുരവസ്ഥയിലേക്കുള്ള പോക്കാകുമോ? അഷ്ടമുടി. ദുരവസ്ഥ. ചന്ദ്രഗിരി. ദുരവസ്ഥ. എല്ലാവർക്കും ദുരവസ്ഥയോട് ഇത്രയും വലിയ സ്നേഹം. എന്താണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ? എനിക്ക് ഉറപ്പാണ് വ്യത്യസ്തമായ ഒരു ഉത്തരം കാണും. ജാതി കുമ്മി. ശരി ഉത്തരം ദുരവസ്ഥയാണ്. ഓക്കെ, വരികൾ കേൾക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? നാളത്തെ ആ ഒരു ദുരവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഈ വരികൾ മറ്റൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ചു. എന്തായാലും ടീം മുല്ലപ്പെരിയാർ ശ്രദ്ധിച്ച് വേണം ഇനി മുന്നേറാൻ. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓക്കെ, ഈ പറയുന്ന കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടട്ട്, ഫ്രാൻസിസ് ഇറ്റിക്കോര, കട്ടക്കയം ചെറിയാൻ മാപ്പിള. ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടട്ട്, ഫ്രാൻസിസ് ഇറ്റിക്കോര, കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഇതിലേതാണ് ഈ കൂട്ടത്തിൽ ചേരാത്തത്? കേൾക്കുമ്പോൾ തന്നെ നല്ല ഇടിവെട്ട് പേരുകളൊക്കെയാണ്. കട്ടക്കയം, ഇട്ടിക്കോര എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലേ? ഏതാണ് ഈ കൂട്ടത്തിൽ പെടാത്ത വാക്ക്? Here goes നെയ്യാർ. ബെഞ്ചമിൻ ബെയ്ലി. അഷ്ടമുടി എന്ന് പറയുന്നു. ഫ്രാൻസിസ് ഇട്ടിക്കോര. ചന്ദ്രഗിരി. ബെഞ്ചമിൻ ബെയ്ലി. നെയ്യാർ, നിങ്ങൾക്ക് കൂട്ടുണ്ട്. എന്താണ് മുല്ലപ്പെരിയാറിന്റെ? കട്ടക്കയം ചെറിയാൻ മാപ്പിള. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇട്ടിവെട്ട് ശബ്ദമൊക്കെ ഉണ്ട് അല്ലെ? മറ്റൊന്നുമല്ല, ഫ്രാൻസിസ് ഇട്ടിക്കോര. കാരണം അത് പ്രശസ്തരായ വിവർത്തകൻ കൂടിയായ TD രാമകൃഷ്ണന്റെ നോവൽ, അതേ പേരിലുള്ള നോവലിന്റെ ഒരു കഥാപാത്രമാണ്. നമുക്ക് ഉഷാറായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടന്നാലോ? ശരി, നല്ല ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. മാസ്ക് റൗണ്ടാണ്. ഏതാ റൗണ്ട്? മാസ്ക്. ഒരു ചിത്രത്തെ വൃത്തത്തിനകത്ത് 6 ഭാഗങ്ങളായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. ഈ 6 ഭാഗവും മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടീമിന്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു മാസ്ക് നീക്കുമ്പോൾ ആ ചിത്രം എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്കത് ഉടനെ പറയാം. അപ്പോൾ ആദ്യത്തെ മാസ്കിൽ തന്നെ ഉത്തരം പറഞ്ഞാൽ 10 സ്കോറാണ് ലഭിക്കുക. ഇനി രണ്ടാമത്തെ മാസ്ക് മാറ്റുമ്പോഴാണ് മനസ്സിലാക്കുന്നതെങ്കിൽ 8, 3-ന് 6, 4-ന് 4, 5-ന് 2. ഓക്കെ, റൂൾസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ചിത്രങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ മൂടപ്പെട്ട് വരാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം ടീം മുല്ലപ്പെരിയാറിന് ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് പറയാം ഏത് മാസ്ക് ആണ് മാറ്റേണ്ടത് എന്ന്. എ അൺമാസ്ക് ചെയ്യുന്നു. വളരെ പ്രസിദ്ധമായ ഒരു കണ്ണ്. കണ്ണിൽ നോക്കിയാൽ ആളെ അറിയാം എന്നൊക്കെയാണ് പറയുക. മനസ്സിലായോ? അതോ അടുത്തത് മാറ്റണമോ? 10 വേണോ 8 വേണോ? സി മാറ്റണം. ഗുഡ്. സി. അപ്പൊ അതാ വരുന്നു ഒരു പ്രശസ്തമായ മീശ. മീശ കണ്ടാലും ആളെ പറയാം. ഓക്കെ, 10 വേണോ 8 വേണോ 6 വേണോ എന്നതാണ് ചോദ്യം. പെട്ടെന്ന് സമയം കഴിയാറാവുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ. വക്കം മുഹമ്മദ് ബഷീറിന്റെ കണ്ണാണോ ആ കാണുന്നത്? മൂപ്പരുടെ മീശയാണോ ആ കാണുന്നത്? ആണോ? എന്ത് തോന്നുന്നു? ആണോ? ശരിയാണ്. വക്കം മുഹമ്മദ് ബഷീറിന്റെ കണ്ണും മുഖവും ആ മുഖം തന്നെയാണ്. അടുത്ത ചിത്രം ടീം അഷ്ടമുടിക്കാണ്. നമുക്ക് നോക്കാം ഏതാണ് ആ ചിത്രം. എ മാസ്ക് ചെയ്യണം, അൺമാസ്ക് ചെയ്യണം.
ഉത്തരം സർ സി 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 അൺമാസ്ക് ചെയ്യണം. സി. എന്താണ് തീരുമാനം? ഒ വി വിജയൻ. ഒ വി വിജയൻ ശരി ഉത്തരമാണ്. ഒ വി വിജയൻ അല്ലേ? എന്താണ് ടീം അഷ്ടമുടിക്ക് ഒ വി വിജയനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ മനസ്സിലായി അദ്ദേഹം? ഖസാക്കിന്റെ ഇതിഹാസം, ഖസാക്കിന്റെ ഇതിഹാസം മുട്ടത്തുവർക്കി അവാർഡ് നേടിയ ഇദ്ദേഹമാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ കടൽ തീരത്ത് എന്ന് പറഞ്ഞ വളരെ നല്ല ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ശരി, നമുക്ക് അടുത്തത് ചന്ദ്രഗിരി നോക്കാം. ചിത്രം ഏത്? എ അൺമാസ്ക് ചെയ്യണം. എ. ഒരു കഷണ്ടിയുടെ ഒരു കഷ്ണം കാണാനുണ്ട്. കണ്ണ് കണ്ടാൽ അറിയാം, മീശ കണ്ടാൽ അറിയാം എന്നൊക്കെ ഇവർ തെളിയിച്ചു. കഷണ്ടി കണ്ടാൽ അറിയുമോ എന്ന് ചന്ദ്രഗിരി തെളിയിക്കാൻ പോവുകയാണ്. സി. സി കൂടെ വേണം. ഓക്കെ, ദാ വരുന്നു. സി അൺമാസ്ക് ചെയ്യപ്പെടുന്നു. കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ്, യാതൊരു സംശയത്തിനും ഇടവേണ്ട പ്രശസ്തനായ കുഞ്ഞുണ്ണി മാഷ് അല്ലേ? അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വരി ഏതായിരിക്കും? ഒന്നായാൽ നന്നായി, ഒന്നായാൽ ഒന്നായി എന്ന് പാടിയ കുട്ടികളുടെ പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷ് തന്നെയാണത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ടീം നെയ്യാർ ശ്രദ്ധിക്കൂ. എന്താണ് നിങ്ങളുടെ ചിത്രം? ഏതന്നെയാണ് അത്? ഒരു സംശയമില്ല. എന്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് താഴെ തുടങ്ങിയാലോ? വേണ്ട, ഏതന്നെയാണ് പിടിച്ചിരിക്കുന്നത്? എന്താവും കാരണം? കണ്ണ് അല്ലേ? കണ്ണ് തന്നെയാണ് കാരണം. നോക്കാം. എ എന്താണ് ചിത്രമെന്ന് നോക്കാം. പക്ഷെ കണ്ണിലേക്ക് അങ്ങ് എത്തിയില്ല. വലിയൊരു നെറ്റിയിലാണ് ആ ചിത്രം ഇപ്പൊ നിൽക്കുന്നത്. വലിയൊരു നെറ്റി, വളരെ ക്യാരക്ടറിസ്റ്റിക് ആയ നെറ്റി. അടുത്തത് സി. സി 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 ആ നെറ്റിയും ആ മുഖവും. എന്താണ് ഉത്തരം? ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പ്. യാതൊരു സംശയവും വേണ്ട, ഒ എൻ വി കുറുപ്പ് സാർ തന്നെയാണ് അല്ലേ? വെരി ഗുഡ്, ഗുഡ് ആൻസർ. അപ്പൊ എന്താവും ഒ എൻ വി കുറുപ്പ് സാറിനെ കുറിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ? ഞങ്ങളുടെ കൊല്ലം ജില്ലക്കാരനാണ്, ചവറക്കാരനാണ്, കൊല്ലം ജില്ലക്കാരനാണ് അല്ലേ? അതോടൊപ്പം തന്നെ നിരവധി അവാർഡുകൾ, ജ്ഞാനപീഠം അടക്കം കിട്ടുന്ന, ജ്ഞാനപീഠം അടക്കമുള്ള നിരവധി അവാർഡുകൾ. പിന്നെ മലയാള ഗാന രംഗത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, മനു എന്നൊന്നും വിളിക്കണ്ട. മനു, മനുക്കുട്ട. വെൽക്കം ബാക്ക് ടു മലർവാടി ലിറ്റിൽ സ്കോളർ. ഇതുവരെയുള്ള റൗണ്ടുകൾ കഴിയുമ്പോൾ 4 ടീമുകളും എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ടീം മുല്ലപ്പെരിയാർ 48 മാർക്ക്, ടീം ചന്ദ്രഗിരി 48 മാർക്ക്, ടീം അഷ്ടമുടി 58 മാർക്ക്, ടീം നെയ്യാർ തൊട്ടുപിറകിൽ 53 മാർക്ക്. ഗുഡ്. ഇനി മലർവാടി ലിറ്റിൽ സ്കോളറിൽ കഥായനമാണ്. കഥകൾ എന്ന് പറഞ്ഞാൽ അത് വെറും കൗതുക കാഴ്ചകൾ അല്ല, അറിവിന്റെ, തിരിച്ചറിവിന്റെ അക്ഷയ കനികളാണ് കഥായനം. ആയിരത്തി 1944 പൂനെയിലെ ആഗാഖാൻ പാലസിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്ന കാലം. 1944 ഫെബ്രുവരി 22-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിജി ആഗാഖാൻ പാലസിൽ വെച്ചാണ് ഒരു നീണ്ട മാസങ്ങളുടെ അസുഖത്തിന് ശേഷം മരണപ്പെടുന്നത്. അപ്പോൾ തൻ്റെ പ്രിയ പത്നി മരിച്ചതുള്ള ദുഃഖം, രാജ്യം ഇനിയും പാരതന്ത്ര്യത്തിൽ കഴിയുന്നതിൻ്റെ ദുഃഖം, സ്വന്തം ആരോഗ്യം ഇങ്ങനെ എന്താണ് ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നതിലുള്ള ഒരു വിഷമം, ഇതെല്ലാം കൂടി ഗാന്ധിജി ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ ആ ജയിലിൽ കഴിയുന്ന സമയത്താണ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്
ആരെങ്കിലും വേണമെങ്കിൽ സഹായത്തിന് വെച്ചോളൂ എന്ന് അവസാനം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സഹായത്തിനായിട്ട് ആരാ വന്നത്? മനു ഗാന്ധി. അങ്ങനെ ഒരു ദിവസം അതിരാവിലെ തന്നെ, ഇപ്പം മനു ഗാന്ധിക്കാണെങ്കിൽ മുത്തച്ഛനെ കാണാതെ അങ്ങ് കുറേ കാലം കൂടിയിട്ട്, കുറേ കാലമായിട്ട് മുത്തച്ഛൻ ജയിലിലാണ്. മുത്തശ്ശി മരിച്ചു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ വിഷമമൊക്കെ ഉണ്ട്, മുത്തച്ഛനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദിവസം അതിരാവിലെ തന്നെ മനു ഗാന്ധി നേരെ ജയിലിലെത്തി. ഒരു 5 മണി 5:15 ആകുമ്പോഴത്തേക്കും ജയിലിലെത്തി. ജയിലിൽ ഗാന്ധിയുടെ സെല്ലിൽ വന്ന് നോക്കുമ്പോണ്ട് ഗാന്ധി കിടക്കുന്ന മുറിയിൽ അദ്ദേഹത്തിനെ കാണാനില്ല. മുറി എങ്ങനെയാണ് കിടക്കണേ? നിങ്ങളുടെ മുറി കിടക്കണ മാതിരിയാ? വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, വളരെ പിൻ ആൻഡ് പ്രോപ്പർ, വളരെ വൃത്തിയായിട്ട് ഇരിക്കുന്നു. ഇപ്പം എന്ത് ചെയ്യും? എനിക്ക് സഹായിക്കാനാണ്. ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം കിട്ടിയത്. എന്താ കിട്ടിയത്? ആ ജയിലിൻ്റെ എന്താണ് ഗാന്ധിജി കിടക്കുന്ന ആ മുറിയുടെ ചുമരിൽ ഒരു ഡേറ്റ് കലണ്ടർ കിടക്കുന്നുണ്ട്. ഓക്കെ, എന്താ കണ്ടത്? ഡേറ്റ് കലണ്ടർ. നോക്കിയപ്പോണ്ട് ഇന്നലത്തെ ഡേറ്റാണ് ഡേറ്റ് കലണ്ടർ. അപ്പോൾ വിചാരിച്ചു, ഓ ഒരു കാര്യമെങ്കിലും കിട്ടിയല്ലോ. അവള് മനു ഗാന്ധി അവിടെ ചെന്നിട്ടുള്ള 18-ാം തീയതിയാണ്. കലണ്ടറിലെ ഡേറ്റ് എന്നാണ് 17-ാം തീയതി. അപ്പോൾ സന്തോഷമായി. നേരെ ഓടിപ്പോയിട്ട് പൊങ്ങി ആ ഡേറ്റ് കലണ്ടർ അങ്ങ് കീറി അത് ചുരുട്ടി നേരെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് വരുന്നു ആര്? ഗാന്ധിജി വന്നു. സന്തോഷം പങ്കുവെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനു ഗാന്ധി പറഞ്ഞു, മുത്തച്ഛ, ഞാനിങ്ങനെ മുത്തച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ മുത്തച്ഛൻ്റെ ഒരു കാര്യം, ഇത്രയും ടെൻഷനും വിഷമവും ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും മുത്തച്ഛൻ റൂമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്കൊരു സൂത്രം ഞാൻ കണ്ടുപിടിച്ചു, അത് ഞാൻ ക്ലീൻ ചെയ്തു. ഗാന്ധിക്ക് അത്ഭുതമായി. അങ്ങനെ ഒന്നും തനിക്ക് കയ്യബദ്ധമൊന്നും പറ്റാറില്ലല്ലോ, തൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അശ്രദ്ധയൊന്നും പറ്റാറില്ല. എന്താണ് ആ ഒരു വൃത്തിയാക്കാൻ മാത്രം ഉണ്ടായത് എന്നിങ്ങനെ മോളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ആ ഡേറ്റ് കലണ്ടർ ഉണ്ടല്ലോ, ആ ഡേറ്റ് കലണ്ടർ അത് ഞാനെടുത്ത് അത് കളഞ്ഞു. എവിടെ കളഞ്ഞത്? അല്ല കളഞ്ഞു, ഞാനത് എടുത്ത് വേസ്റ്റിലിട്ടു. ഏത് വേസ്റ്റിലിട്ടു? വേസ്റ്റ് ആ കൊട്ടയുടെ ആ മൂല പോയി എടുക്കാതെ. രാവിലെ 5:30 മണിക്ക് വളരെ സൗമ്യനായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിജിയുടെ മുഖം മാറി. പോയെടുക്കുന്നു. അതെന്തിനാ മുത്തച്ഛ പോയെടുക്കുന്നു? വേറെ പോയെടുക്കണം എടുക്കാൻ വേണ്ടി വേസ്റ്റ് ബോക്സിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോണ്ട് ഈ വർത്തമാനം പറച്ചിലിൻ്റെ ഇടയിൽ ജയിൽ തൂപ്പുകാരി വന്നിട്ട് ഈ വേസ്റ്റ് ഇട്ടിരുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ടുപോയി. നോക്കിയപ്പോൾ കാണാനില്ല. സന്തോഷമായി. അത് മുത്തച്ഛ അത് ആ സ്ത്രീ അത് കൊണ്ട് കളയാനിടും. പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പരിചാരകനും കൂടി നേരെ പോയിട്ട് ഇവിടെ പോയിട്ട് ഈ വേസ്റ്റൊക്കെ ഇടുന്ന ആ ഡപ്പയുണ്ടല്ലോ, അത് പോയി നോക്കുമ്പോൾ അത് കാലിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 5-8 പേര് ഒന്ന് തെരഞ്ഞ് അവസാനം കിട്ടി. കിട്ടി എന്നിട്ട് ഇങ്ങനെ എടുത്ത് പിടിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇതാണ് തപ്പിക്കൊണ്ടിരിക്കണേ. കഷ്ടം, വെറുതെ സമയം പോയി. അതുകൊണ്ട് അവരൊക്കെ പോയി. ഈ പെങ്കൊച്ചതും കൊണ്ട് നേരെ ഓടി വന്നു. മനു എന്നത് വിളിക്കണ്ട, മനുക്കുട്ട സഹായിക്കാൻ വേണ്ടിട്ട് അവിടെ വന്നിട്ട് മനുക്കുട്ട നീ വാടാ എന്നും പറഞ്ഞ് ഗാന്ധിജി മെല്ലെ അവളെ വിളിച്ച് അടുത്തിരുത്തി. അപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് ഇരുത്തി ഗാന്ധിജി പറയാൻ തുടങ്ങി, അതെ കുട്ടൻ അറിയാലോ, മുത്തച്ഛൻ്റെ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തുനിന്ന് പല ആൾക്കാർ കത്തയക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ എനിക്ക് കിട്ടുന്ന കത്തുകളിൽ ആദ്യത്തെ കത്തിന് ഞാൻ മറുപടി എഴുതാറുള്ളത് എൻ്റെ ചുമരിൽ കിടക്കുന്ന ഡേറ്റ് കലണ്ടറിലെ തലേ ദിവസത്തെ ആ ഷീറ്റ് കീറിയെടുത്ത് അതിൻ്റെ മറുവശത്താണ് ഞാൻ എല്ലാ ദിവസവും ആദ്യത്തെ മറുപടി കത്ത്. അതല്ലേ നീ കൊണ്ട് കളഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ദേഷ്യപ്പെട്ടത്. എന്ത് സഹായം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഈ മനുഷ്യൻ പറയുന്ന ഈ വാക്കുകൾ കേട്ട് മനു ഗാന്ധിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മനു ഗാന്ധിക്ക് മനസ്സിലായി എന്താണ് മുത്തച്ഛൻ ഉദ്ദേശിച്ചത്. ഇത്ര ചെറിയൊരു കഷ്ണം കടലാസിന് പോലും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മളത് കളയുന്നതിനും, അല്ലേ?
മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ ആവേശവും രസകരവുമായ റൗണ്ടുകളുമായി മലർവാടി ലിറ്റിൽ സ്കോളറിൽ ഇനിയും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.